ഹേ ഗായ്സ്, അപ്പം ഇന്ന് രാത്രിക്കത്തെ ഫുഡ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ രാത്രി ഇന്ന് നിങ്ങൾ കാണുന്നത് പൂത്തറട്ടതല്ല കേട്ടോ. ഇന്ന് നമ്മൾ എഗ്ഗ് ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കിയത്. അപ്പോൾ പണ്ട് മുതലേ എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കില്ല നമ്മൾ ഇങ്ങനെയാണ് സെർവ് ചെയ്യല്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എഗ്ഗ് കുഴിച്ച് വെച്ചിട്ട് അതിങ്ങനെ ഇങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക രസം. നമ്മൾ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ ആയതുകൊണ്ടുള്ളൊരു ഇതാട്ടോ. പിന്നെ രാത്രി അപ്പം എൻ്റെ താത്തക്ക് ഇങ്ങനെ മൈലാഞ്ചി ഇട്ട് ഞാൻ ഇങ്ങനെ പൂതി പറഞ്ഞപ്പോൾ കൈ വെച്ച് കൊടുത്തപ്പോൾ ഓൾറെഡി ഞാൻ വരുന്നതിന് മുന്നേ ചുവമുള കൈയൊക്കെ ഇട്ട് കൊടുത്തിന്. പിന്നെ കൈ ഇട്ട് കഴിഞ്ഞപ്പോൾ പിറ്റേന്ന് രാവിലെ നമുക്ക് പാസ്പോർട്ട് ഓഫീസിൽ പോകാണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഈ പോകുന്നത്. അപ്പം പാസ്പോർട്ട് ഓഫീസിലേക്ക് പോകണ വയ്യാത്ത നല്ല നല്ല റോഡുകൾ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ട്രിപ്പൊക്കെ പോണ ഒരു റോഡ് ഫീലൊക്കെ എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഈ ആകാശത്തിൽ വരെ നമ്മളാണ് കേസ്, അത് നിങ്ങൾ കാണണം. കറക്റ്റ് പാസ്പോർട്ട് ഓഫീസിലെത്തിയപ്പം ഒടുക്കത്തെ മഴയാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോൾ അതിന് ഒടുക്കത്തെ വിശപ്പിനി. അങ്ങനെ ഒന്നും നോക്കിയില്ല, വേഗം തൊട്ടടുത്തുള്ള കടയിൽ കയറി. അപ്പം നമ്മൾ ഷവായും 2 ടൈപ്പ് റൈസുമാണ് ഓർഡർ ചെയ്തത്. ഷവായിൻ്റെ പീസിൻ്റെ കനം കൊണ്ടൊക്കെ എടുത്തിട്ട് പൊന്തുന്നില്ല. അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചിട്ട് നല്ല ഒരു സ്പൈസി ഷവായാണ് കേട്ടോ. മസാല ഷവായിൽ തന്നെ സ്പൈസിയാണ് ഓർഡർ ചെയ്തത്. പിന്നെ കുറച്ച് നേരം വിശന്ന് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തന്നെ ഗ്യാസ് കയറിയിട്ട് തലവേദന വരും കേട്ടോ. പിന്നെ പോലെ വിശന്ന് കഴിഞ്ഞാൽ തലവേദന വരുന്നതുകൊണ്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഈ മസാലയൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് കിഡുണ്ട്, നല്ല സോഫ്റ്റ് ചിക്കനേനി. പിന്നെ എനിക്ക് ചുറ്റിലേക്കൊന്നും നോക്കാൻ തോന്നിയിട്ടില്ല, എൻ്റെ പ്ലേറ്റിലേക്ക് മാത്രം നോക്കിയിട്ട് ഞാൻ ആസ്വദിച്ച് തന്നെ കഴിച്ചിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് എനിക്ക് വയറ് ഫില്ലായും ചെയ്തിട്ടുണ്ട്, കാരണം ഓൾറെഡി ഗ്യാസ് നിറഞ്ഞുകൊണ്ട് തന്നെ അധികം ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇത്രയുള്ളൂ, ടാറ്റാ.